വെൽക്കം ടു കുക്ക് വിത്ത് മീ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ ബ്രോസ്റ്റ് ആയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ചെമ്മീനൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഈ ചെമ്മീൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും, അപ്പോൾ അതൊക്കെ കളയണം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളിതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് പൊടി, കുരുമുളക്, മഞ്ഞപ്പൊടി. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഫ്രിഡ്ജിൽ 10 മിനിറ്റ് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചെമ്മീൻ കോട്ട് ചെയ്തെടുക്കാൻ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ബ്രോസ്റ്റിലേക്ക് ബ്രെഡ് പൊടി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ബ്രെഡ് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു വേറൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൈദയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഉപ്പും. ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബ്രെഡിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിഞ്ച് ഉപ്പും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനൊരു മുട്ട എടുത്തത് കുറച്ച് ചെമ്മീൻ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ എത്ര ചെമ്മീൻ ഉണ്ടോ അതിനനുസരിച്ച് മുട്ട എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 10 മിനിറ്റ് വെച്ച് നമ്മൾ ചെമ്മീൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഈ മൈദയിലേക്ക് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ മൈദയിലൊക്കെ നന്നായി കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നെടുത്ത് മുട്ടയിൽ മുക്കി നമുക്ക് ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇതാ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീൻ ഇതവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഉള്ളൊന്നും നന്നായി വെന്ത് കിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ കുക്കുത്തുമി. ബൈ ബൈ.